ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണയാണ്. ഇന്നൊരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗാണ്. ഡേ ഇൻ മൈ ലൈഫൊന്നും എടുത്തില്ല കേട്ടോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡേ ഫുള്ളൊന്നും എടുക്കാനൊന്നും പറ്റുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പം കുഞ്ഞിനിങ്ങനെ കടയിൽ കയറുന്നുണ്ട്, എന്തെങ്കിലും വേണമെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പം പാലും എന്തെങ്കിലും തൈരോ എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തൈരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മോരൊക്കെ കാച്ചി അങ്ങനെ 1-2 ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോകാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഒരു സഞ്ചി നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടോ വന്നത്. എന്തൊക്കെയോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്തിരിങ്ങ, പിന്നെ എന്തായിരുന്നു, ബന്ന്, ബ്രെഡ് വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നാളെ എന്തെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അതെടുക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ റസ്കോ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്നോട് പറയുമായിരുന്നു, നിനക്ക് അന്നേരം വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പം കിടക്കുന്നൊക്കെ സമയത്ത് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാനൊന്നും ഇരിപ്പില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചിട്ട് വന്നതാണെന്ന് ഇങ്ങനെ പറയുമായിരുന്നു ഓരോ സാധനങ്ങളും. അപ്പോൾ നിൻ്റെ ഫേവറേറ്റ് ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സിൽക്കായിരുന്നു, ചെറുതായിരുന്നു, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഞാൻ കഴിക്കട്ടോ, ഡയറി മിൽക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു തൈര് വാങ്ങിച്ച്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഒരു ബോട്ടിലായിരുന്നു. നമുക്കത് തൈരൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ വെക്കാൻ പറ്റും. നല്ല അടപ്പുള്ള ഒരു അടപ്പ് നല്ല മുറുക്കമുള്ളൊരു ബോട്ടിലായിരുന്നു കേട്ടോ. അങ്ങനെ 3-4 ഓവർ പാല് മേടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അതാകുമ്പോൾ കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് പോകുമല്ലോ. പിന്നെ എപ്പോഴും നമ്മൾ കടയിൽ കയറാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞിനെയും കൊണ്ട്. അതുകൊണ്ട് ആ പാൽ അപ്പോഴേ എടുത്ത് ഫ്രിഡ്ജിലാക്കി. പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ എടുത്ത് നോക്കുമായിരുന്നു എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. കാരണം ഇതൊന്നും ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും അല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഡയറി മിൽക്ക് അപ്പോഴേ എന്നെ അകത്താക്കിയായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പിന്നെ കൈ കിട്ടിയാൽ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. കുളിച്ച് വന്നതിന് ശേഷം പിന്നെ അരി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ആട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊന്ന് അരച്ച് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡലിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്ന് പാത്രങ്ങളൊക്കെ കഴുകുമായിരുന്നു. രാവിലത്തെ പാത്രങ്ങൾ കുറച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് കഴുകല്ലേ എന്ന് പറഞ്ഞിട്ടാട്ടോ പോയത്. ഞാൻ കഴിഞ്ഞ ദിവസം കഴുകി വെച്ചതിൻ്റെ കുറേ എനിക്ക് വന്നപ്പം കേട്ടു. കാരണം ഒരുപാട് വഴിക്കുമായിരുന്നു, നിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, പറഞ്ഞാൽ അനുസരിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് കഴുകാൻ നിന്നില്ല. അതുകൊണ്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ അപ്പോഴെപ്പോഴും കഴുകി വെക്കും. പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. ഈ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കറി വെച്ചത്, കുക്കറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ അവിടെ വെച്ചിരുന്നായിരുന്നു. അങ്ങനെ അരി ഒരു ട്രിപ്പ് അരച്ചെടുത്തു കേട്ടോ. അടുത്ത ട്രിപ്പ് പിന്നീട് അരയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം നിൽക്കുമ്പോൾ പിന്നെ നടുവിന് നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ട്രിപ്പ് അരച്ച് മാറ്റി. അത് കഴിഞ്ഞ് ആ ഒരു സമയം കൊണ്ട് പിന്നെ ചായ ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനും പറഞ്ഞ് എനിക്ക് വിശന്നാണ് വന്നതെന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ ചായയും ബിസ്ക്കറ്റും പിന്നെ ബന്നും ഓരോന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ അനഘ സൂരജിൻ്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി 26 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ശ്രീലക്ഷ്മിയുടെ മകൻ്റെയും ബർത്ത്ഡേ ഫെബ്രുവരി 25 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ ആയിട്ടോ ഈ ഒരു കമൻറ്റ് കണ്ടത് തന്നെ. അപ്പോൾ ഇന്നങ്ങ് വിഷ് ചെയ്യാമെന്ന് ചോദിച്ചു. ഇന്നലെ ആയിപ്പോയി, കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ, എന്നാലും സാരമില്ല. അപ്പോൾ അനഘയ്ക്കും പിന്നെ ശ്രീലക്ഷ്മിയുടെ മകനും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ അനഘ ആൻഡ് പിന്നെ ശ്രീലക്ഷ്മിയുടെ മകനും. അപ്പോൾ ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ടൊക്കെ ഇങ്ങനെ ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പച്ചക്കറി എടുത്ത് അരിഞ്ഞ് വെക്കാമെന്ന് വെച്ചാൽ സാമ്പാറിന് വേണ്ടിയിട്ട്. സാമ്പാർ ഇന്ന് തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ. അപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് വലിയ പിന്നെ പാടില്ലല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ കുഞ്ഞൻ അവിടെ ചെന്നിരുന്ന് ഫ്രിഡ്ജിനകത്ത് നിന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് എനിക്ക് കുറേശ്ശെ കട്ട് ചെയ്ത് തരുമായിരുന്നു. കട്ട് ചെയ്ത് ആ കൈയുടെ ഒരു ഭാഗം മുറിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെ കണ്ടിക്കുക എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്നൊക്കെ ഉള്ള ഒരു ധാരണയിൽ ചെയ്തതാണ്. പക്ഷെ കൈ മുറിഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു കൈ മുറിയും എന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ, ഭയങ്കര അനുസരണയുള്ള കൊച്ചായതുകൊണ്ടാണ് കൈ മുറിഞ്ഞത്. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ തന്നെ ഇനി കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളതൊക്കെ പച്ചക്കറിയൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തില്ല, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഭയങ്കര ബഹളം, ഇങ്ങ് മാറി ഞാനാണ് കട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് പിന്നെ അവിടെ കുത്തിയിരുന്ന് കട്ട് ചെയ്യുമായിരുന്നു. പിന്നെ കുഞ്ഞിനിങ്ങനെ വലിയ കുക്കിങ് കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല, അടുക്കളയിലും കയറാറില്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെ ഈ ഒരു അവസ്ഥ പിന്നെ എനിക്ക് ആയതുകൊണ്ടാണ് കയറുന്നത്. അല്ലാതെ ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങൾക്കൊന്നും കയറത്തൊന്നുമില്ല. പിന്നെ അഥവാ നമുക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഈ ഉള്ളിയൊക്കെ വഴറ്റാനും അങ്ങനെയൊക്കെ ഉള്ളതിന് മാത്രമേ ഇളക്കി തരാനൊക്കെ വരുന്നതല്ലാതെ ഒന്നിനും വരുത്തിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാറിനുള്ളതെല്ലാം അടുപ്പത്താക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാം ആക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞിനത് അടുപ്പത്താക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ കഴിഞ്ഞൊരു ബ്ലോഗിനകത്ത് ഇങ്ങനെ
കുഞ്ഞൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടേ ഉള്ളൂ, വലിയ തോതിലൊന്നും ഇല്ല. എൻ്റെ നിർബന്ധപ്രകാരമാണ് ശരിക്കും പറഞ്ഞാൽ കൊടുത്തത്. കുഞ്ഞൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അറിയത്തില്ല കൊടുക്കാൻ, അപ്പം ശരിക്കും അത് ശരിയാവുമോ എന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ 1-2 കമൻറ്റ് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞൻ്റെയും കൂടെ സൗണ്ട് കൊണ്ടുവരണേന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ശരിക്കും ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത് കേട്ടോ. അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് കമൻറ്റ് ഇട്ടപ്പോഴായിട്ട് മനസ്സിലായേ. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നാടക ഡയലോഗ് പറയുന്നത് പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. നിങ്ങൾക്ക് തോന്നിയതല്ലേ നിങ്ങൾക്കും പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന് അങ്ങനെ അറിയത്തില്ലല്ലോ, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ കാണാം. അപ്പം ഇനി നമുക്ക് ശ്രദ്ധിക്കാം, പറഞ്ഞല്ലേ ശീലമാവത്തുള്ളൂ. അങ്ങനെ പിന്നെ ഈ ഒരു ഫോട്ടോസൊക്കെ എനിക്കൊരു ചേച്ചി അയച്ചു തന്നതാണ്. നമ്മുടെ ഫാമിലി മെമ്പറായ അശ്വതി ചേച്ചി എനിക്ക് അയച്ചു തന്നെയാട്ടോ. അപ്പം ബ്രെഡ് ഓംലെറ്റിൻ്റെ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്, കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നെയാട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് ഒരു ക്രാഫ്റ്റ്, നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, അതുപോലെയൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഉണ്ടാക്കിയതാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേച്ചി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോസിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് ഇതോട്ടൊക്കെ ഫോട്ടോസോ വീഡിയോസോ അയച്ചു തരുവാണെങ്കിൽ നമ്മൾ വ്ളോഗിനകത്ത് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്കും അത് സന്തോഷമൊക്കെ തന്നെ ആട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.